ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഷെബീബിൻ്റെ തള്ളക്ക് കേട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കണം ഫാസ്റ്റിൻ്റെ വീട്ടിൽ. അപ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചു എത്ര പരിപാടി നിന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ നെല്ലിയാമ്പതി വിട്ടാലോ എന്നുള്ള പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. വണ്ടിയൊക്കെ റെഡിയാണ്, ഷെബീബും ലത്തീഫൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഫാസ്റ്റിന് പോകാൻ വണ്ടിയാണ് ഇപ്പോൾ. അതായത് നമ്മൾ ബുള്ളറ്റാണ്. അങ്ങനെ ഏകദേശം രാത്രി ഒരു 3 മണി 4 മണി സമയത്ത് ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി. രാവിലെ ഒരു 7-8 ആയപ്പോൾ ഞങ്ങൾ നല്ല ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഹോട്ടൽ, ഒരു പാലക്കാട് ജില്ലയിലെ അപ്പോൾ നല്ലൊരു ആംബിയൻസിൽ നല്ലൊരു ഹോട്ടൽ കയറി. അവിടെ നിന്ന് നല്ല ഇഡ്ഡലിയും ചട്നിയും കൂട്ടിയിട്ട് നല്ല ഫുഡ് അടിച്ച് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് വ്യൂ പോയിന്റ് ആയിട്ടുള്ള പോത്തുണ്ടി ഡാം ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട്, ചെക്ക് പോസ്റ്റ് 6 മണിക്കാണ് ഓപ്പൺ ആവുക. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ നല്ലൊരു വ്യൂ ആണ്. നെല്ലിയാമ്പതി മലനിരകളൊക്കെ അങ്ങനെ കാണാം പോത്തുണ്ടി ഡാമിൻ്റെ പിന്നിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ലത്തീഫിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുടുംബക്കാരൻ വന്നാണ്. ലത്തീഫ് എന്ന് പറഞ്ഞപ്പോൾ പാഞ്ഞു വന്നതാണ്. അതാ ലത്തീഫ് കാര്യമായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ മാത്രം നിന്നാൽ പോലല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങി. ബൈക്കായിട്ടൊക്കെ പോകുമ്പോൾ കുറച്ച് റിസ്ക്കുള്ള റൂട്ടൊക്കെയാണുള്ളത്. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ മണ്ണ് ഇടിഞ്ഞ് പോയിട്ടുണ്ട്. മുകളിൽ കയറുന്നതനുസരിച്ച് നമുക്ക് പോത്തുണ്ടി ഡാം നല്ല അതിമനോഹരമായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലം കണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് മണ്ണിടിച്ച് സംഭവിച്ച സ്ഥലം തോന്നുന്നു. അപ്പോൾ മണ്ണൊക്കെ ഒലിച്ച് പോയ അടയാളങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലിപ്സുകൾ മിസ്സായിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കാം. ഞങ്ങൾ നേരെ പിടിച്ചത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ കേശവമ്പാറ എന്ന് പറഞ്ഞ ഒരു അടിപൊളി സ്ഥലമുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. മാനാണത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. മാനാണ് ആ കാടിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ 2 മാനിനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ ഒരുപാട് മാൻ ഇതൊന്നുള്ള സ്ഥലമല്ല. ഞങ്ങൾ ഒരുപാട് ആനനൊക്കെ തിരഞ്ഞു, പക്ഷേ ആനൊന്നും കാണാൻ പറ്റില്ല. ഒരു ആനപ്പിണ്ണം കണ്ടെന്നല്ലാണ്ട് ആനനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ മാനോടൊക്കെ ടാറ്റ പറഞ്ഞാൽ പോകുമ്പോഴാണ് ഫാസ്റ്റിൽ പെട്ടെന്ന് കാട്ടുപശു എന്ന് പറഞ്ഞത്. അവൻ്റെ വിചാരം ഈ കാട്ടുപോത്ത് കാട്ടുപന്നി എന്നൊക്കെ പറഞ്ഞ മാതിരി കാട്ടിൽ പശുവിനെ കണ്ടാലേ കാട്ടുപശു എന്നാ. ഇത് നാട്ടുകാരെ പശുവെന്ന് പോകാൻ അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മുന്നിൽ പോകുമ്പോൾ കൈതൻ്റെയും കുതിരൻ്റെയും മിക്സഡ് വെർഷൻ കോവർ കൈത എന്താണ് മൂപ്പര പേര്. എന്തായാലും കൈതാളൊക്കെ ഒരു പേര്. കുറച്ചും കൂടി മുമ്പ് പോയാൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് വയനാട്ടിലട്ടോ, പാലക്കാടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും കേശവമ്പാറ അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനുള്ള കൈകൊണ്ടല്ലോ പാവങ്ങളെ സഹായിക്കാൻ നേരിട്ട് ഞങ്ങൾ അവിടെ കയറിയില്ല. അങ്ങനെ അടുത്ത വ്യൂ പോയിന്റ് പോകുമ്പോഴാണ് ചങ്ങനെ കണ്ടത്. ഇത് അണ്ണാനാണല്ലോ, എന്താ പോയിന്റ് വലുപ്പല്ലേ. അതിലും വല്ലാതെ ഞങ്ങൾ മുന്നിലാണ് നിന്നില്ല. അവനാ മെത്തമക്കാണ് കയറിപ്പോയി. പിന്നെ ഞങ്ങൾ നേരെ പോയത് നെല്ലിയാമ്പതി ടൗണിൽ തന്നെ ഉള്ളത് ഗവൺമെന്റിന്റെ ഒരു ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലേക്കാണ്. അവിടെ ഓറഞ്ച് വെജിറ്റബിൾ മാത്രമല്ല, നല്ല അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. നല്ല കൊലകൊലായിട്ട് നിൽക്കണം കാണാൻ എന്താ രസമല്ലേ. കുറച്ചാണ് മുന്നിൽ പോയത്. മരത്തിൻ്റെ മുകളിൽ ഒരു പേര നമ്മൾ കയറാതെ പോയി. നമ്മളെ ആൾക്കാർ വണ്ടിയാണ് കയറി. അതും കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചെടികളെ കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് ചെടി പിരാന്തുള്ളതുകൊണ്ട് ഞാൻ അവരെ കുറിച്ച് വെച്ച് അതിൻ്റെ കയറ്റി. അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്, പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ഉണ്ടായിരുന്ന ചേച്ചി നമുക്ക് ഓരോ പൂവിനെ കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി തന്നു. ഞാൻ ഈ സൈസ് പോകാൻ ആദ്യം കാണേണ്ടത്. ഇത് തെയ്യത്തിൻ്റെ മാതിരിയാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ്. അവിടെ പോകുമ്പോൾ തന്നെ അവിടെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മുടെ വണ്ടിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജനവാസ മേഖല ഉണ്ടോ, ഈ എസ്റ്റേറ്റ് തൊഴിലാളികൾ. അങ്ങനെ പോകുന്ന വൈക്കൊരു കാപ്പിത്തോട്ടത്തിൽ ഞങ്ങൾ മാവിനൊക്കെ ഉണ്ട്. തീറ്റ തേടി ഇറങ്ങിയതാണ്. 1-2 ഒന്നല്ല കേട്ടോ, ഒരുപാടുണ്ട് അപ്പുറത്തൊക്കെ ആയിട്ട്. കുറച്ചുകൂടി മുന്നിൽ പോയപ്പോൾ ചെറിയൊരു അരുവി കണ്ടത്. അപ്പോൾ ഞങ്ങൾ മുഖത്ത് കഴിക്കുന്ന ഫ്രഷ് ആവാൻ കയറി വണ്ടി നിർത്തിയതാണ്. പക്ഷേ ഷെബീബ് മാത്രം വണ്ടി വന്ന് ഇറങ്ങിയില്ല. അവൻ പെണ്ണ് കിട്ടിയതിൻ്റെ ശേഷം ഫുള്ള് തന്തവായി ബൈക്ക്. അങ്ങനെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ നിർത്തി ഐസ്ക്രീമും വാങ്ങി വ്യൂ പോയിന്റ് നടന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ഈ ചങ്ങായി ഞങ്ങളെ കൈക്കാൽ ഐസ്ക്രീം ഉണ്ട് പാഞ്ഞതാണ് കേട്ടോ. ഞാൻ അവനെ കണ്ടപ്പോൾ തന്നെ നന്നായിട്ട് തൊള്ളിക്കിട്ട്. ഈ ഒരു നെല്ലിമരാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. ഞങ്ങൾ ഇതിൻ്റെ മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അന്നൊന്നും ഈ കമ്പിവേലി ഇവിടെ ഇല്ല. അന്ന് ഞങ്ങൾ അപ്പുറത്ത് താഴെ ഒരു വെള്ളച്ചാട്ടം അവിടെയൊക്കെ പോയി കുളിച്ചതാണ്. ഇവിടുന്ന് നോക്കിയാൽ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. നമുക്ക് താഴെ ചെറിയ പാടങ്ങൾ, വലിയ പാടങ്ങളാണ്, പക്ഷേ നമുക്ക് ചെറുതായിട്ട് കാണാം. ഇതിൻ്റെ മുന്നേ 2 ചങ്ങായിമാർ ഇവിടെ നിന്ന് വീണ് മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ടൊന്നും പോകാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമ്മളവിടെ പോയിനി. അങ്ങനെ പോലെ കുറച്ച് സർക്കസും കാര്യങ്ങളൊക്കെ കണ്ടാണ് ഞങ്ങൾ ഏതായാലും ഇറങ്ങാൻ വിചാരിച്ചു. കാരണം 5 മണിൻ്റെ മുന്നേ ചെക്ക് പോസ്റ്റിലെത്തണം. അങ്ങനെ ഞങ്ങൾ ഏതായാലും നെല്ലിയാമ്പതിനോട് ബൈ പറഞ്ഞ് നാട്ടിൽ തിരിച്ച്. ഇത് നമ്മളെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയും വീഡിയോകൾ വരും. അതുവരെ അസ്സലാമു അലൈക്കും.